ഇന്ന് നമ്മൾ ഷൂട്ടിന് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് മീ മേക്ക് ഓവറിൻ്റെ സ്റ്റുഡിയോയിലാണുള്ളത്. ഇറ്റ്സ് മീ മേക്ക് ഓവറിനോട് ഞാൻ 2 ഡയലോഗ് പറയാൻ പറഞ്ഞപ്പോൾ ഇന്ന് ഗുസൽ മാടി ആയിട്ടാന്ന് പറയുന്നത്. എന്ത് ഗുസ്ഗ മാടി എന്തായിട്ടാന്ന് നീ പറഞ്ഞേ? ആ എന്തില്ലാന്ന് സംഭവം കുളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണ് അവള് പറഞ്ഞത് സംഭവം. അതല്ലേ ഇതാണ് അവളെ സ്റ്റുഡിയോ. നല്ല അടിപൊളി സെറ്റപ്പ് സ്റ്റുഡിയോ. ഇല്ലപ്പാ വൃത്തികളൊന്നായിട്ടാണ്. ഓ അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ, ലുക്ക് നോക്കട്ടെ. ആ യെസ്. അപ്പം ഇപ്പം ഞങ്ങൾ കടപ്പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ടിട്ട് കറുത്ത് കരിമുട്ടിയായിട്ട് വരാൻ പോവുകയാണ്. നല്ല വെയിലുണ്ട്. ഇതാണ് അസ്മിൻ്റെ സ്റ്റുഡിയോ. എന്തുള്ള കണ്ണാടിയിൽ വെളുത്തിട്ട് തന്നെ കാണുന്നല്ലേ? അല്ല എൻ്റെ പിന്നെ ഒറിജിനൽ കളർ അല്ല, നിങ്ങൾ കണ്ണാടിയിൽ വെളുത്തിട്ട് കാണും. നല്ല മേക്കപ്പ് ഇട്ടാ ഇത്. അല്ല അതിനെക്കുറിച്ച് പറയണോ? എന്തറിയോ, നല്ല അടിപൊളി സംഭവമാണ്, കംഫർട്ടബിളാണ്. നിങ്ങൾക്കിപ്പോൾ യോളെ പിടിക്കുന്നുള്ളൂ അല്ലേ? ഇപ്പം നീലേശ്വരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു ഇപ്പം കറക്റ്റ്. ആടെ എവിടെയും പറ്റുന്നില്ല. കൂടെ തരത്തിൻ്റെ ആള്. ഇങ്ങ വീഡിയോ ഒന്നും എടുത്തില്ല? കഴിഞ്ഞെല്ലാം എന്തോ എടുക്കുന്നുണ്ടായിന്? ഗുസ്ഗമ്മാടി. ഈ ഗുസ്ഗമ്മാടിന്റെ അർത്ഥം എന്ത്? അമ്പമ്പാടി അതെല്ലാം ഉള്ള പോലെ. ഓക്കെ, ഇതെല്ലാം കണ്ടോ? മേക്കപ്പിന് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. ധീരതയ്ക്കുള്ള അവാർഡ്. എന്നെ കണ്ടോ? കണ്ടില്ലേ? ഭയ്യ വരുമ്പോ നമുക്ക് ഈ ക്ലാസ് തരാന്ന് പറഞ്ഞു. ഭയ്യ വരുന്ന സമയത്ത് ഇത് തരാന്ന് പറഞ്ഞു എന്നോട്. അല്ലേ? എന്താ പിടി. സൗണ്ടെല്ലാം വരുന്നുണ്ട് ചുമക്കുമ്പോ. എന്റെ പുതിയ ചുമ പുതിയ തരം ചുമ. എന്താ പറയാ, നമുക്ക് ഈ ചുമക്കുമ്പോൾ തൊണ്ടക്കൊരു അല്ല ചുമക്കുമ്പോ അങ്ങനെ പറയാം, ചുമക്കുമ്പോ തൊണ്ടക്കൊരു വേദന വരും. അപ്പൊ അതിൽ നിന്നൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുമ കണ്ടുപിടിച്ചത്. അസ്മി കേട്ടില്ല ചുമ? അപ്പൊ നമുക്കൊരു താളത്തിന് ബോധത്തിലായിട്ട് ചുമക്കാം അല്ലേ? ആ അതെ, അതാകുമ്പോ നമുക്ക് ചുമക്ക് അത്ര പ്രശ്നം വരില്ല. അതിനങ്ങനെയും പറയാം. ഇതിന് സംഭവം ഞാൻ പണ്ട് ഡൽഹിയിൽ പോയ സമയത്ത് ഇതുപോലെ ചുമച്ചമ്മക്ക് APJ അബ്ദുൽ കലാം ഒരു അവാർഡെല്ലാം തരാന്ന് പറഞ്ഞാണ്. ധീരതയ്ക്കുള്ള ലണ്ടനിൽ പോയപ്പോ അത് മറ്റേ മൈമൂനൊക്കെ എല്ലാ കഥയും അറിയാം. അത് നമുക്ക് സപ്പോർട്ടായിട്ട് അങ്ങനെ പറയാം. പണ്ട് ലണ്ടനിൽ പോയ സമയത്ത് നീ ഇങ്ങോട്ട് റിട്ടേൺ വരുന്നുണ്ടായി അല്ലേ? അന്ന് അങ്ങനെ ലണ്ടനിൽ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അതേപോലെ ഒരു ധീരതക്ക് പോയി. പിന്നെ എനിക്ക് പേരും പ്രശസ്തിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആരും അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് പോയാലോ? ലൊക്കേഷനിൽ പോയിട്ട് ലൊക്കേഷനിൽ വണ്ടി മാറിപ്പോണ്ട് ഇപ്പുറത്ത് കണ്ട. വിറ്റന്നെ ഫോളോ മീന്നാടെ അത് നീ കാണിച്ചേ. ഫോളോ മീന്ന് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് മറ്റവർക്ക് സാധാരണക്കാർക്ക് അത് ഇട്ടിട്ട് വെക്കാം. സാധാരണക്കാർക്ക് അത് ഇട്ടിട്ട് വെക്കാൻ പറ്റൂല. കഴിവുള്ളവർക്ക് അത് വെക്കാൻ പറ്റും. എല്ലാവർക്കും ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫി പറഞ്ഞിട്ട് നല്ല പ്രൊമോഷൻ അല്ലെങ്കിൽ സാഷ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റുമോ? സാഷ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റും.
എന്തോ ലൊക്കേഷൻ തപ്പിക്കൊണ്ട് പോകുന്നതാണ്. പൊരി വെയിൽ, ഈ പൊരി വെയിലത്ത് പോയാൽ ഞങ്ങൾ കരിയും. പക്ഷെ ഡാഷ് ബോർഡ് ഉണ്ടായിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് കരുതിയിട്ട് കരിയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പിന്നെ ബേജാറാക്കണ്ട. സ്ലീവ്ലെസ് ആണ്. എനിക്ക് വയ്യ. ഇത് നമ്മള് ബീച്ചിൽ കുറച്ച് ആഴ്ചയിലൊന്നും വേണ്ട, ഇപ്പൊ ഒരു സമയത്തേക്ക് ആക്ച്വലി മലയാളത്തിൽ ചോദിക്കാതെ മറ്റേ താജ്മഹൽ പോലത്തെ സ്ഥലം കിട്ടൂടാ. അതെയാ, പക്ഷെ ഇന്ന് പോയാല് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഈ മേക്കപ്പ് നിൽക്കൂല. ഇല്ല പാസ്പോർട്ട് അല്ല നിൽക്കും. ഫുള്ള് പ്രൊപ്പോസൽ. എന്റെ അമ്മേ. അപ്പൊ അതന്നെ ആയി ലൈഫ്. ഒളിച്ചിരിക്കുന്നതാ. ഫ്ലാഷ് അടിക്കടാ. ഞങ്ങളിതൊക്കെ തമാശ റോഡ് ചെറുതായിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അല്ലെ കാറ് വലുതായിക്കൊണ്ട് പോകുന്ന ബീച്ചില് നല്ലൊരു മഴ മൂട് പിടിക്കാൻ നല്ലതായിരുന്നു. ഇന്നലെ വരെ നല്ല മഴയാണ്. നല്ല സ്ഥലമാണ്. ഇന്ന് കഷ്ടകാലത്തിന് നമ്മളെ ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു വെയില്. വെയില് നോക്ക്, വെയില് കാണിച്ചു കൊടുത്തില്ല. വെയില് നോക്ക്. നോക്കൂ, ഓ എന്ത് വെയില്. സൂര്യൻ കിടന്ന് അർമാദിക്കുന്നു. നല്ല അടിപൊളി സ്ഥലം. ഒന്നൊന്നര പ്ലേസ്. മണി എത്രയും ഏതെങ്കിലും വലിയ വീടിന്റെ ഫ്രണ്ട് കിട്ടിയാലും മതിയാണ്. മാണിക്കത്ത് പോയാൽ മതി. സ്പീഡില്ല. അത് കുറെ പോകണം. ഭയങ്കര വെയില്. പരിപാടി അവിടെ നേരത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. തനിയാ ഫോട്ടോഗ്രാഫിന്റെ സ്റ്റാഫ് പോകുന്നുണ്ട്. ഏത് ആ ഫോട്ടോ എടുക്കാൻ അറിയാത്ത ഒരുത്തനല്ലേ അവന്റെ ഫോട്ടോ ഇങ്ങനെ എന്തോ ആടിയില്ലോ ക്യാമറ വെച്ചിട്ട് ഫ്രെയിം ഇങ്ങനെ എടുക്കും. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് ദി ഡെസ്റ്റിനേഷൻ. എന്റെ വ്യൂ പോയിന്റ് കൊടി ബീച്ച്. കൊടി ബീച്ച്. ഹായ്, അത് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഞാനില്ല, എനിക്ക് ഇപ്പൊ തന്നെ ക്ഷീണം വരുന്നു. രസമുള്ള മഴ. മഴയാ. വെയില്. കളിയാക്കി വേറൊരു സംഭവം ഉണ്ട്. ഞാനിത് ഇത് കട്ടാക്കിയതിന് ശേഷം ഞാൻ പറയാം. ആച്ചിന്റെ കഥ ഇപ്പൊ പറയില്ല. ഇല്ല ഇല്ല അല്ല, എന്തായാലും എനിക്ക് നാട്ടുകാരറിയാം. അങ്ങനല്ല, പക്ഷെ അത് ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. അപ്പൊ എന്തോ ഏകദേശം ആലിബാബയും അരക്കള്ളന്മാരും. എന്തായാലും നാട്ടുകാർ ആലിബാബയും ജനൽ കള്ളന്മാരും എന്ന് പറഞ്ഞത് കൊണ്ട് സംഭവം എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി അതെന്താന്ന് ഫുള്ളായിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ അടുത്തൊക്കെ എടുത്താൽ മതി. ആ ഫ്ലവറിന്റെ അടുത്തൊക്കെ എന്താ കടപ്പം ബീച്ച് ഫ്ലോപ്പ് ആയില്ലേ. ഇതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടേ. ഈ വ്ളോഗ് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല അല്ലേ? ആ, നമ്മളെ പ്രൊമോഷൻ മാത്രം മതി. അതിൻ്റെ ഇടയിൽ വേറെ വേണ്ട. അല്ലാ, ഇതാണ് നമ്മുടെ ഇതെല്ലാം. ആ, അത് വേണം. പിന്നെ മറ്റേ ആ ബോക്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആണ് ലൊക്കു. ഇവിടെ ഒന്നും അത്ര കാണാനില്ല. അയ്യോ, എന്തിയോളെ ജീവില്ലേ. ഒന്നിക്കോട്ട് നോക്കൂ, നോക്കട്ടെ. മേക്കപ്പ് എല്ലാം നിക്ക് പറയാം. ആ, ഇതാണ് ലൊക്കു. പിടി, ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ലൊക്കേഷൻ ഇതല്ല, ഇതിലാണ് പോണ്ടത്. പണ്ടത്തെ റേഡിയോ അല്ലേ, ഒരു പണ്ടത്തെ ഒരു ദുബൈയിൽ നിന്ന് ഒരു ബാഗ് കൊണ്ട് ഒരു റേഡിയോ. ഒച്ചത്തിൽ പറയണോട്ടോ, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കൂല, മൈക്കില്ലാത്തോണ്ട്.
മഴ എന്നിട്ട് ആശിൽ കൊടലെടുത്തിട്ടുണ്ട്. ഇതെന്ത് ബൈനോക്കുലറാ? അതിന്റെ അപ്പുറത്ത് നീ എന്താക്കുന്ന? ഇതാരാ റിംഗ് ലൈറ്റ്? എന്റേത് പേരുണ്ടോ? എടുത്തു എടുത്തു. എടാ കുറച്ചങ്ങോട്ട് കൊമ്പ് കുത്തും. ഫ്ലാഷ് 2 വേണം. ഫ്ലാഷ് എന്തിന്? ഡേ ലൈറ്റിൽ എടുത്താ പോരെ? ഇപ്പം കറക്റ്റ് മുകളിലായിരിക്കും അപ്പം ഇവിടെ ബ്ലാക്ക് അടിക്കും. അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം. നീ നമ്മുടെ മൈക്ക് ഇതിൽ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് വെച്ചോ, അത് വെച്ചത് മൈക്ക് ആ ഡാഷ് ബോർഡിൽ അതെടുക്കാം. ആ ചെന്തിരിങ്ങനെ ചിരിക്കുന്നു. ഇത് പിടിച്ച ആ മറ്റേ സ്റ്റോറിയാ. പുതിയ ഷർട്ടാ? ഭ്രാന്താണെന്ന് വരെ നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന്റെ കഥ ഞാൻ കട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ശരി, എന്നാ ഞാൻ കട്ട് ചെയ്യുന്നു. വേണ്ട, എന്നാ കേസ് ഞങ്ങൾ ആച്ചിന്റെ കഥ പറഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. അതെ, നാലും അച്ചി. ഇത് എന്റെ ഇയർഫോൺ അല്ല കേട്ടോ, ഹെഡ്സെറ്റ് ഒന്നല്ല. ഇത് ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുത്തിച്ചാൽ മറ്റേ പകലിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു AC ആണ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഇവിടെ സ്വിച്ച് ഇട്ടത് കണ്ടോ കണ്ടോ? എന്ത് തണുപ്പ്, അടിയിലേക്ക് കിട്ടുന്ന തണുപ്പ്. വർക്ക് നടന്നില്ലല്ലോ. മാസ്ക് വേണം, മാക്സിമം കറക്കാതെ നോക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ചാർജ് തീർക്കൊന്നല്ല കേട്ടോ, ഞാൻ വേണ്ടാത്തോണ്ട് എടുത്തേക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ഷട്ടിൽ ബാറ്റ് എടുത്തെങ്കിലും അടുത്ത് കളിക്കാൻ. നിന്റെ ബെൽറ്റ് പൊട്ടും, നിന്റെ ബെൽറ്റ് പൊട്ടും. ബെൽറ്റ് ടവല് വെച്ച് കെട്ടുന്നത്. ആ ടവലിന്റെ ഐഡിയ ആര് പറഞ്ഞു കൊടുത്തത്? ഐഡിയ പറഞ്ഞത് എപ്പോഴും ടവല് കെട്ടിക്കൊണ്ടുണ്ടായ. നീ അങ്ങനെ എടാ, ഇത് നമ്മ മറ്റേ ടവലല്ല, അവിടെ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മള് ഹാക്ക് ചെയ്യുന്നതാണ്. ലേഡീസ് ഐഡിയ പൊളിച്ചു. കാരണം ടവല് ഇത് അതിന് നിങ്ങൾക്ക് അഥവാ ഇനി ബെൽറ്റ് എങ്ങാനില്ലെങ്കിൽ ഇതുപോലെ ടവൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ട് സൈഡ് ടവൽ വേണമെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് നിന്നില്ലേ കുറച്ച് സമയത്തേക്ക്. നല്ല ഐഡിയ. ഓക്കെ, നമ്മളെ കാര്യം നടക്കട്ടെ. അപ്പൊ ഓക്കെ, ഇനി ഞങ്ങള് സംഭവങ്ങൾ ലൊക്കേഷൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ ബെൽറ്റ് പ്രശ്നം കേസ്, പിന്നെ ബെൽറ്റ് പ്രശ്നം. ഇത് അല്ല, നമ്മളെ ലെൻസ് വെക്കാൻ വേണ്ടിട്ട് ഓന്റെ ബെൽറ്റും പൊട്ടിയാ? ഓന്റെ ബെൽറ്റ് പൊട്ടിട്ടപ്പോ അത് ഇത് സെറ്റ് ആക്കില്ല. അല്ലാ, എന്തെല്ലാം കാണണം. ബാ, അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു, ഷൂട്ടിന് പോകുന്നു. ഗുയിസ് എടാ, പൊട്ട നോക്കിട്ട് നീ ആടൊക്കെ ക്യാമറ വെച്ചിട്ട് തിരിച്ചങ്ങനെ ശരിയാവും. അതാക്കാം, പറഞ്ഞാ മതി. വണ്ടി ഒന്നും ലോക്കേ, വേഗം ലോക്കായി. ഏത് ഭാഗത്തുള്ള സ്വിച്ച് ഉള്ളത്? ആ, വണ്ടീനെ ഒന്ന് ലോക്കായേ. കണ്ട, പറഞ്ഞാ കേക്കുന്ന വണ്ടിയാ, അനുസരണയില്ലാത്തത് വണ്ടി. വാ, ഇതിലല്ലേ പോണ്ടത്? അതെ, ആരോ ഷൂട്ടിങ് വന്നിട്ടുണ്ട് തോന്നുന്നു. പിള്ളേർ പിടിക്കാൻ വന്നതാ. സ്കൂളിലേക്ക് പിള്ളേരെ പിടിക്കാൻ ടീച്ചർ അങ്ങനെ തോന്നുന്നുണ്ടോ? ഓ, ടീച്ചർ ഈ കോലത്തിലാണല്ലോ ഇപ്പോഴത്തെ ടീച്ചർ. ഇത് നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം.
ഇതാ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളൂല. നല്ല ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. വെയിറ്റ്, ഇത് പിടിച്ച ആശിക്കാം. ഈ കൊട എൻ്റെ ഒന്നല്ല കേട്ടോ. കൊടയല്ല, കൊടയല്ല, കൊട വേണ്ട. അല്ല ആൾക്കാർ വിചാരിക്കും ഞാൻ ഇത്രല്ലോ ഭയങ്കര. മൈക്ക് ഇതാ, മൈക്ക് മറ്റേ ആരെങ്കിലും കയ്യിൽ കൊടുക്കും. ആച്ചി മൈക്ക് കീശക്ക് കുത്ത്, ഒന്നും പറയണ്ട, എല്ലാം അതിൽ വരും. നീ നിൻ്റെ മറ്റേ ലവറിനെല്ലാം വിളിക്കുമ്പോൾ അതിൽ വരും. ഒരു മിനിറ്റ്, ഇതൊന്നും കാണുന്നില്ല. ക്യാപ്പ് ഉണ്ടായിന് കേസ്. ആ ഫോൺ ഇതാ, അവൻ്റെ പാൻറ് ഇരുന്നിട്ട് ഇനി ആ സീനും കൂടെ കാണാൻ കഴിയില്ല. നീ ചെരുപ്പ് അതന്നെ ഇടുന്നത്? എനിക്ക് കയ്യിലുള്ള ചെരുപ്പ് എടുത്തിട്ടാ? എവിടെ? ആ എന്താ അവിടെ വെച്ചിന്? അതെയോ? നിക്ക് കുറച്ച് ഇങ്ങോട്ട് നിന്നേ, ഇങ്ങോട്ട് നിന്ന്. ആ അവിടെ നിന്നോ കേട്ടോ. ഓക്കെ, അവിടെ ഇവിടെ ആയിട്ട് നിന്നോ കേട്ടോ. ഒരു മിനിറ്റ് നോക്കട്ടെ. ആ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. വെയിറ്റ്. ആച്ചി നീ ആ കൊട ഒന്ന് സെറ്റ് ഒന്ന്, ആ വെയിലൊന്ന് മറച്ച് ആ സൈഡ് നിന്നിട്ട്, ഓളെ ഫേസിലേക്ക് വെയിൽ വരാതെ രീതിയിൽ അവിടെ നിന്ന് മാറിക്കാച്ചി. നിന്നെ കാണുന്നു. ആ ഓക്കെ അങ്ങനെ നിന്നോ എടി, അങ്ങനെ നിന്നോ. ആ ഇല്ല, മാറണ്ട. വെയിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. ഇതാ ഫോട്ടോസ്, ഇതാണ് ഫോട്ടോസ് വരുന്നത്. അടിപൊളിയുള്ള ഷാർപ്പുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ വേറെ 2-3 സാധനം കൂടെ ചെയ്തോ വെറുതെ എന്തെങ്കിലും ഒന്ന് കേട്ടോ. എന്നാൽ രസമുണ്ട്, ഇവിടെ തണലുണ്ട്. തണലുണ്ടായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊഴുങ്ങുന്ന കേസ്. ഇത് കണ്ട എന്ത് ചൂട്. ആ ഇനി ഒന്ന് ആ ഫ്ലാഷ് ഒന്ന് സെറ്റ് ചെയ്താച്ച് നോക്കട്ടെ ഞാൻ. എവിടെ? ആ അതെടുക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ശേഷം മാറ്റി ഗൈസ്. നിന്റെ സ്റ്റോറിയിൽ വളമ്പണ. ഞാൻ കോളർ ശരിയാക്കി. അതിച്ചൂട് ഇല്ല. റെഡി 1 2 3 ചെയ്തോ. ഒരു മിനിറ്റ് നോക്കട്ടെ. വീഴുമ്പോ കിട്ടുമ്പോ ആ ഫീൽ വരട്ടെ. അന്നപ്പോ നീ വായി ഇങ്ങനെ തുറന്നിട്ടുണ്ട്. റെഡി 1 2 3. അതാ ആ സമയത്ത് ഇങ്ങനെ വരുന്നത് കണ്ടോ നമുക്ക്. പക്ഷെ ഇത് നല്ല ഉണ്ട്, ഇത് രസമുണ്ട്. പിന്നെ ഈ സാധനം നല്ല രസമുണ്ട്. അത് മതി. മേളിലേക്ക് വീഴുന്നത് വേണമെന്നില്ല. മേളിലേക്ക് വീഴുന്ന സാധനം കുറച്ച് പ്ലെയിൻ ആയ പോലെ ഉണ്ടല്ലേ. ഇതാ ഭയങ്കര പ്ലെയിൻ, അതുകൊണ്ടാ. ഇത് മതി. കൊതു കണ്ടോ. അവനോട് ഭയങ്കരമായിട്ട് ഇതാക്കണ്ട പറയാം. വേണ്ട എത്ര ആടെ മോനെ കുടിക്കാൻ വെള്ളം വാങ്ങാതിരുന്നത് അത് മറന്നുപോയി. എന്റെ മോനെന്തോട്ട് തിരിഞ്ഞ നോക്കട്ടെ. അസ്നി ഹെയർ ചെയ്തത് കാണിക്കാൻ വേണ്ടിട്ട്. എന്ത് ഇങ്ങനെ ഒരു സാധനം എടുക്കണം. എങ്ങനെ ഒന്നുകൂടെ കാണിക്കും. അത് എടുത്തെടുത്തിട്ട് നോക്കാം എന്തായാലും. മറ്റേ അല്ല മറ്റേ ഇതുപോലെ എന്ത് ജിഗർ എന്തുപോലെ ദിസ്ഗംപാടിയാവാ. ദിസ്ഗംപാടി പോവോ?
വാടാ. ഒന്നുകൂടെ തിരിഞ്ഞ ആ സാധനം. റെഡി 1 2 3 തിരിഞ്ഞു. അല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മറ്റേ ഡയലോഗ് ഇടണം. ഇത് റേഷൻ കട പോലെ അല്ല, നേരെ ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെയൊക്കെ ഇപ്പം നിന്നത് ആ ശരിയാക്കിയായിരുന്നു. പക്ഷെ പോസ് പോലെ ഉണ്ട്. അങ്ങോട്ട് നിൽക്ക്. അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ അനങ്ങാതൊക്കെ. ഇപ്പം ചെയ്ത അതേ സാധനം. മുകളിലേക്ക് നോക്ക്. മുകളിലേക്ക് അങ്ങനെ വെയിറ്റ് അതേപോലെ ഹാഫായിരുന്നു മോളെ. പക്ഷേ പൊട്ടന് മനസ്സിലായി. എന്നിട്ട് ഒറിജിനൽ പൊട്ടന് മനസ്സിലായി. എന്നിട്ട് ഈ പൊട്ടന് മനസ്സിലായി. അത് സംഭവം കേട്ടിട്ട് എന്താ പറഞ്ഞ? ഒന്നുമില്ല. ആ സാധനം എനിക്ക് നേരത്തെ ഫീല് കിട്ടിയിട്ടാ. ആ ഫീല് കിട്ടിയിട്ട് ഇങ്ങനെ അതന്നെ ഗുഡ് അതന്നെ നോ ചേഞ്ച്. ഇനി ആ കൈ കുറച്ചുകൂടെ താക്ക്. വെയിറ്റ്. ഇനി ആ കൈ താക്ക്. അതേ നിർത്ത തന്നെ. കൈ താക്ക്. അതെന്തി ബാക്കില് ഒറിജിനൽ ഉണ്ട് കേട്ടാ. വെയിറ്റ് ഇനി ഒന്ന് തല നോക്ക്. അല്ല ഒന്നിങ്ങോട്ട് നോക്ക്. അതന്നെ ഒന്നിവിടെ നോക്കിയാ. എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരി വന്നിട്ട് റോസാ ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. സാധാരണ സൗണ്ട് ആക്കാത്തിരിക്കോ? എങ്ങനെ? അതല്ല, ആ പൊട്ടിച്ചിരിക്കുമ്പോ ഒന്ന് അനങ്ങിയാ മതി. അതന്നെ ഒന്നുകൂടെ റെഡി വേണ്ട. ചിരിച്ച ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ പാട്ട് പ്ലേ ചെയ്തത് കൊണ്ട് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് ഞങ്ങൾ ശബ്ദം കട്ട് ചെയ്തിട്ടുണ്ട് ഗേസ്. മരപ്പൊട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. വിഡിത്തരായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കട്ടാക്കുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ കോപ്രായം വരാനുണ്ടായിട്ടില്ല, പ്രഹസനം വരാനുണ്ട്. ഫോട്ടോഷൂട്ട് വരുമ്പോൾ മാത്രമാണ് ഞാൻ സാരി ഉടുക്കുന്നത്. കാരണം സാരി ഉടുത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. സോ വളരെ റെയർ ആയിട്ടാണ് ഞാൻ എന്നെപ്പോലും സാരിയിൽ കാണുന്നത്. അവൻ്റെ ഡാൻസ് വരും കേട്ടോ. നോക്കാം. വാട്ട് എ സിംഗർ അല്ലേ. അവൻ എന്നെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ ടൈമിൽ അങ്ങ് കറങ്ങി. അവൻ എൻ്റെ പോസസ് ഒക്കെ അറിയാം. അവനൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോലെ ആച്ചി ഈസ് എ ബിറ്റ് ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അവൻ അധികം ഒന്നും സംസാരിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചളി പറഞ്ഞു കഴിഞ്ഞാലും അവൻ അതിനെ വളരെ മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നുവെച്ചാൽ കക്കാന്നും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും ചിരിക്കും. അതാണ് അവൻ. ഗോൾഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ വേണ്ടവർ പറഞ്ഞോട്ടെ. ഇത് സാഷ് ഗോൾഡിൻ്റെ ബ്രൈറ്റനിങ് ക്രീമാണ്. അപ്പം വേണ്ടവർ ഇതിൽ സാഷ് ഗോൾഡ് എന്ന് പറഞ്ഞ ഒഫീഷ്യൽ പേജിൽ കയറാം, മെസ്സേജ് ഇടാം. ഓക്കെ. 10 days ചലഞ്ച് 10 days കൊണ്ട് കൊടുക്കും. വീഡിയോ എടുക്കുന്നുണ്ടാവും, കാണാം. സാഷ് ഗോൾഡ് ബ്രൈറ്റനിങ് ക്രീമിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാഷ് ഗോൾഡ് ഒഫീഷ്യൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓർഡർ ചെയ്യാനായിട്ട് അത് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്താ കണ്ടോ? സ്ഥലം കാണിച്ചു കൊടുക്കുക നമ്മളെ ആൾക്കാരെ. അല്ല മറ്റേ ഇത് ആൾക്കാർക്ക് അത്ര ചൂടില്ല, പക്ഷേ ആ ഏരിയയിൽ നല്ല രസമുണ്ടാവും. നിന്നാലോ ഇരുന്നാലോ എന്തായാലും. ബാബാ കടല് കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം. കടലമ്മ കരങ്ങല്ലേ കട്ടത്, കടലമ്മ കരങ്ങല്ലേ കട്ടത്, എന്ത് കരഞ്ഞല്ലേ പെറ്റത്. ആച്ചുപാടിയത് കടലമ്മ കരങ്ങല്ലേ കട്ടത്.
എനിക്കില്ലേ സത്യം നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ബാബാ ആടെ നിന്ന് കഴിഞ്ഞു. നല്ല പേര്. കാണുമ്പോൾ വിചാരിക്കും നല്ല ചൂടാണെന്ന്, പക്ഷെ ചൂട് അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല വെയിലായിരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് ഇതിപ്പോൾ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ നല്ല ടാൻഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരി വെയിൽ കൊണ്ടാലും കുറച്ച് കറുത്താലും കുഴപ്പമില്ല, നമുക്ക് നല്ല 2 ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതേ ലൊക്കേഷനിൽ നല്ല മഴയത്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം തെറ്റിച്ചുകൊണ്ട് സൂര്യൻ നമ്മളെ നൈസായിട്ട് ചതിച്ചു. ഇത് കാസർഗോഡുള്ള നല്ലൊരു ഫോട്ടോഷൂട്ട് സ്പോട്ടാണ് കേട്ടോ. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദി ബർത്ത്ഡേ ഷൂട്ട്സ്, പ്രീ വെഡിങ് ഷൂട്ട്സ്, സേവ് ദ ഡേറ്റ് ഷൂട്ട്സ് അങ്ങനെയൊക്കെ വരുന്നത്. കുറേ ആൾക്കാർ ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാറുണ്ട് ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയിട്ട്. ആ മറ്റേ വയനാട് വരയ്ക്കാൻ പോകുന്നില്ലേ വിശക്കുന്നു കേസ്, നല്ലോണം വിശക്കുന്നു. ഇതാരത് കൊട? അതൊക്കെ വണ്ടിയിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഗുയിസ്. അടുത്ത മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോ എന്നെ ഞാൻ ഈ ഒറ്റൊരു വിരലിലാണ് ആ സാധനം താങ്ങിയത്. സംസാരിച്ചത് സംസാരിക്കാൻ സമ്മതിക്കുള്ള സംസാരിച്ചു. ഫോൺ വരെ വെക്കാൻ തുടങ്ങി. ഇതെനിക്ക് അവിടെ 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 കിട്ടിയതാണ്. കൊളാബറേഷൻ 2 ബാഗുണ്ടോ? എന്താ പറയാ പേര് പറയ്. ഇതെനിക്ക് എലോറിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്ന 2 ബാഗ്സാണ്. സോറി, ഇതിപ്പോൾ ഒരു ബാഗേ ഉള്ളൂ. ആക്ച്വലി 2 ബാഗ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ക്വാളിറ്റി ബാഗ്സ് ആണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചു. ഒരു ഷൂട്ട് കഴിഞ്ഞു ഗേസ്. അങ്ങനെ ഞങ്ങൾ മാത്രം ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കാളനാടുള്ള തവാല് വന്നു. ഹായ്. ഏത് എങ്ങോട്ട് ഇത് ഇരിക്കണ്ട? മുകളിലാ മാറി ഇപ്പൊ കിച്ചണിലേക്ക് പോട്ട് പോകും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. കുറേ സമയം വെയിറ്റ് ചെയ്ത് ഗേസ്. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അയ്യോ ഇവിടെ പോയി ഇവിടെ. ഓക്കെ ഗെയ്സ്, അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അടുത്ത ഷൂട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് അടുത്ത ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂം ചേഞ്ചും മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഇവരുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല. പക്ഷെ ഇവർ എല്ലാവരും എന്നെ നല്ല രീതിയിൽ കൊതിപ്പിച്ച് വേർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ് പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവരെന്തോ കഴിച്ചത് മറ്റേ അൽഫാമായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നോട്ട് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടാവേ. അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആഷിക്ക് പക്ഷേ ആച്ചീനെ പോലെയല്ല, ഇവ നല്ല ടോക്കറ്റീവ് ആണ്, എക്സ്ട്രോവേർഡ് ആണ്. ഇൻഫാക്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മടിയൻകുലം എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. നമ്മുടെ ട്രഡീഷണൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ല അമ്പലമാണ്, നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള അമ്പലമാണ്. ഇതിന്റെ പുറത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ അകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് 500 rupees എന്തോ കൊടുക്കണം. ഇടയിൽ കൂടെ എന്തൊക്കെയോ സിനിമ ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് എന്തോ അവന് മാത്രമേ അറിയുള്ളൂ. ഫസ്റ്റ് ഔട്ട്ഫിറ്റിനെക്കാട്ടിലും ഈ ഒരു ലുക്ക് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ട്രഡീഷണൽ വെയറിൻ്റെ ആളല്ല ഞാൻ. പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്നൊരു ചേഞ്ച് ഒക്കെ ആയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏത് അറ്റയറാണ് നല്ലത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോസസും വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും പോസസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്നത്, തൊഴുന്നത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഫോട്ടോസൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. പട്ടിശല്യം ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തുള്ള പട്ടികളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവറ്റകൾ പാവങ്ങളാണെന്നൊന്നും വിചാരിക്കരുത്. അപകടകാരികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിയാസിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്.
അവനൊരു കല്ലെടുത്തിട്ടൊക്കെ എറിയാൻ നോക്കിയപ്പോഴത്തേനും അവരങ്ങ് ഒതുങ്ങി. നല്ല അടിപൊളി സ്ഥലം. ഈ സ്ഥലം കാണിച്ചു കൊടുക്കും. ഇവിടെ എത്ര തറവാടാന്ന് അറിയോ അല്ലേ? അവിടെ താഴത്ത് വീട് തറവാട്. ഒന്നുകൂടി ഓടിയേ. ഓ അല്ല, ജസ്റ്റ് ഒന്ന് ഓടിയേ, ജസ്റ്റ് ഒന്ന് ഓടിയേ. നേരെ ഓടിയാ മതി. ഓടാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. സോ എൻ്റെ കാല് നല്ല വേദനയ്ക്കുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയാറുണ്ട് സംടൈംസ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ നേച്ചർ, വി ഹാവ് ടു ബി ക്ലോസ് ടു ദ നേച്ചർ എന്നൊക്കെ. പക്ഷേ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയൊന്നുമല്ല. ഒരു ചെരുപ്പിടാതെ മര്യാദക്ക് മണ്ണിലൂടെ നടക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. സോറി, ഞാൻ സാരീനെ പറ്റി പറയാൻ വേണ്ടി മറന്നുപോയി. നക്ഷ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്ന ഒരു സാരിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു 2 പീസ് സാരിയാണ്, വിച്ച് മീൻസ് മുണ്ട് വേഷ്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസും അതിൻ്റെ പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നിങ്ങൾക്കും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം. ഇതാ ഏകദേശം ലൈറ്റൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ ഷൂട്ടൊക്കെ വൈൻഡപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. വളരെ അടിപൊളിയായിട്ടുണ്ടായ ഒരു ഷൂട്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എടുത്തതിന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു, നേരത്തെ കാണിച്ചിരുന്നു. ഇതാണ് നമ്മൾ ലാസ്റ്റ് എടുത്ത ശ്വേത. നോക്കോ, കാണിച്ചു ലാസ്റ്റ് ഫോട്ടോസ് രസമുണ്ട് അല്ലടാ? ഇതല്ല, ഇതൊക്കെ നല്ല അടിപൊളിയുണ്ട്. നോക്കൂ, അപ്പോൾ ഫോട്ടോഷൂട്ടിനായിട്ട് ബന്ധപ്പെടുക. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. കണ്ടാ? അത് നിങ്ങൾക്ക് തിരിച്ചറിയില്ല ഫോട്ടോത്തിലായോണ്ട്. ഇത് നമ്മളെ മടിയംകുലം അമ്പലം അല്ലേ? മടിയംകുലം. ഇവിടെയാണ് എല്ലാരും അധികം ഷൂട്ടിന് വരാറ് അല്ലേടാ? അപ്പൊ ഓക്കെ, നമ്മളിത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വീണ്ടും നാളത്തെ വ്ളോഗിൽ കാണാം. പറയട്ടെ, പാക്കപ്പ് പറഞ്ഞു ഗേസ്. പാക്കപ്പിന് ശേഷമാണ് ഒരാള് പാക്കപ്പ് എടുത്തോ, എടുത്തോ. കാണൊന്നുമില്ലപ്പാ. ഇതാണ് അവസ്ഥ. കഴിഞ്ഞിട്ടാ മോളെന്റെ എടുക്കല് കേട്ടാ. എന്താ വല്ലാടെ വെക്കുന്നത്. ഇതൊന്നും മറ്റേ പാലുവാസിലെ എടുത്തോ, ഞങ്ങൾ പോന്നു. എടുത്തോ, എടുത്തിട്ട് വാ. പാവത്തെ. അപ്പൊ ഒരു പാക്കപ്പ് പറഞ്ഞോ? പറഞ്ഞോ. റെഡി?